അനീറ്റ ജോർജ്. ഞങ്ങൾ വയനാട് മാനന്തവാടിയിൽ ചേരുംകൊല്ലി ചുള്ളിയാൻ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് ക്ലീൻസ് ജോർജ്. ഇച്ചാനാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി 1 ആയിരുന്നു. ആദ്യമായിട്ട് തന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇച്ചാൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു. മമ്മീൻ്റെ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ മോൾക്ക് കിട്ടിയ ഒരു സൗഖ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഒക്ടോബർ മാസം, അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങളുടെ മോള് ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് 1 വയസ്സായിട്ടില്ല അന്ന്. ദിഹ എന്നാണ് അവളുടെ പേര്. അവൾ വൈകുന്നേരം നല്ല കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങി ഒരു രാത്രി 2 മണി ആയപ്പോഴത്തേക്കും കുഞ്ഞ് വല്ലാണ്ട് കരഞ്ഞിട്ട് എണീറ്റ സമയത്ത് സാധാരണ ഞാൻ പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ പാല് കൊടുത്തു, എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ ഇച്ചാൻ എണീറ്റു. ഇച്ചാൻ എടുത്ത് നോക്കി, ഇച്ചാൻ എടുത്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അന്നേരം ഞങ്ങൾ പപ്പേനെയും മമ്മീനെയും പോയി വിളിച്ചു. അപ്പോൾ പപ്പ പെട്ടെന്ന് വന്നു. പപ്പ എടുത്തിട്ട് പറഞ്ഞു, എന്താ പറ്റിയേ, കൊച്ചെന്തെങ്കിലും സ്വപ്നം കണ്ട് ഞെട്ടിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല പപ്പേ, പെട്ടെന്ന് ഇവൾ കരയുന്ന കേട്ടിട്ടാണ് ഞാൻ എണീറ്റേന്ന് പറഞ്ഞു. അന്നേരം പപ്പ ഇവിടെ തോളിലിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്, പക്ഷേ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. കരച്ചിൽ നിർത്താണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരമൊക്കെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം മമ്മിയും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, വേണ്ട, ഇവളിപ്പോൾ ഈ കരഞ്ഞതിൻ്റെ ഏങ്ങലുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. കരച്ചിലിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, കീ എന്നുള്ളൊരു സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. കരയുന്നതിൻ്റെ ഈ സൗണ്ടൊന്നും വരുന്നില്ല. കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങളിനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് മമ്മീൻ്റെ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ച് അവളുടെ തലയിൽ നെറ്റിയിൽ കുരിശ് വെച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അവൾ മയങ്ങിയപ്പോൾ പപ്പ പറഞ്ഞു, അവൾ ഉറങ്ങി, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ കാണിക്കാമെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ നന്നായിട്ട് താന്നിട്ടുണ്ട്, ഇത്രയും നേരം നിങ്ങളിവിടെ എത്തിയത് എൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് കുഞ്ഞ് മയങ്ങിയെന്ന് പപ്പ പറയണ സമയത്ത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ താന്നിട്ട് കുഞ്ഞ് മയങ്ങിപ്പോയതാണ്, അവൾ ഉറങ്ങിയതല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയത് മാനന്തവാടി സെൻറ്റ് ജോസഫിൽ ഹോസ്പിറ്റലായിരുന്നു. അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇവിടെ പീഡിയാട്രിക് ICU ഇല്ല, നിങ്ങൾ വേഗം മേപ്പാടിക്ക് പോകണം, അതും ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേഗം തന്നെ മേപ്പാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടെൻഷനായി, എല്ലാവരും കരയാൻ തുടങ്ങി. എന്നാലും അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മീൻ്റെ ഉടമ്പടിനെ പറ്റിയിട്ടോ, മമ്മി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നോ, കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിൽ കുരിശ് വെച്ചിട്ടുണ്ടെന്നോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ മമ്മിയിൽ വലിയ ടെൻഷൻ കണ്ടില്ല. ആദ്യം കുറച്ച് കരഞ്ഞെങ്കിലും മമ്മിയിൽ വലിയ ടെൻഷൻ കണ്ടില്ല. ഞങ്ങളിട്ട് മേപ്പാടിക്ക് പോകുന്ന വഴിക്ക് ഇവൾക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരമുണ്ട് മാനന്തവാടിയിൽ നിന്ന് മേപ്പാടിക്ക്. ആ ഞങ്ങളെ ഒരു 15 മാക്സിമം ഒരു 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചു മേപ്പാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കാഷ്വാലിറ്റിയിൽ കയറ്റിയിട്ട് അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇതെന്താ ഇതുവരെ അവൾ ഓക്സിജൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവൾ പാലും കുടിക്കുന്നില്ല, ഓക്സിജൻ വെക്കാൻ സമ്മതിക്കുന്നില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. അവർ എമർജൻസി ആയിട്ട് പീഡിയാട്രിക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അതുവരെ എൻ്റെ കുഞ്ഞ് അവൾ കരയുന്നുണ്ട്, പക്ഷെ ജീവനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു എന്നല്ലാണ്ട് തിരിച്ച് കിട്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. അങ്ങനെ ഞങ്ങൾ ICUയിൽ എന്നെ മാത്രമേ കയറ്റുന്നുള്ളൂ. കുഞ്ഞായതുകൊണ്ട് എന്നെ മാത്രം കയറ്റി, ഇവരെല്ലാം പുറത്താണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ നിങ്ങളിനി ഒട്ടും കരയിപ്പിക്കരുത്, കരയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവളുടെ തൊണ്ടയിൽ ഇനി അവൾ കരഞ്ഞു കഴിഞ്ഞാൽ അവളുടെ തൊണ്ടയിൽ നമുക്ക് ഹോൾ ഇടേണ്ട വരും, ഹോളിട്ട് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ ശരിക്കും ഇവൾക്ക് എന്നാ പറ്റിയ, ഇവൾക്ക് ഒരു ജലദോഷം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവളുടെ തൊണ്ടയിൽ നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ക്രൂപ്പ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ ഒന്നുകൂടെ പറഞ്ഞിരുന്നു, ക്രൂപ്പാണ്, തൊണ്ടയിലെ ഇൻഫെക്ഷനാണ്, ഇതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ സൗണ്ടിൽ വ്യത്യാസം വന്നത്, അവൾക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റില്ല, ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് നേരെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മമ്മീനോടും പപ്പനോടും പോയി പറഞ്ഞു, ഇച്ചാനോടും പറഞ്ഞു. അപ്പോഴും മമ്മീനെ ഞാൻ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. മമ്മി എന്ന് പറയുന്ന ഒരാളുണ്ടെന്നോ, മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നോ, ഞാൻ പേടിക്കേണ്ട കാര്യമില്ലെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ICUയിൽ കയറി വന്ന് ഞങ്ങൾ ICUയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഒരു 15 മിനിറ്റ് ആയി കാണും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി, അവൾ അതിലൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു, അവൾക്ക് ഒരു കുഴപ്പമില്ല. തൊണ്ടയിലെ ഇൻഫെക്ഷൻ അവളുടെ സൗണ്ട് മാറുന്നുണ്ട് എങ്കിൽ തൊണ്ടയിലെ ഇൻഫെക്ഷനും മാറ്റം ഉണ്ടാവും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അവിടെ റൂമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, രാത്രി ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തോളൂ, ICUയിൽ നിന്നിട്ട്
നമുക്ക് രാവിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞങ്ങളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഹോളിടാനോ ICUവിൽ കയറിയിട്ട് ഒരു ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം അങ്ങനെ ഒന്നും വന്നില്ല. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ആ സമയത്ത് മാതാവിനെ വിശ്വസിക്കാണ്ട് പോയതിന് മാതാവിനോട് മാപ്പി ചോദിക്കുന്നു. അതിനുശേഷമാണ് ഞാനും ഇച്ചാനും വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഇച്ചാനാണ് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 1-ാം തീയതി. അതിൽ ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മോളുടെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് മോളുടെ കാര്യം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ 1 മാസം യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ അന്ന് പോവും. അന്ന് ഡോക്ടറെ കാണിക്കപ്പോൾ ഡോക്ടർ പറയും നമുക്ക് കൾച്ചർ ചെയ്യാമെന്ന് പറയും. ഞങ്ങൾ കൾച്ചർ ചെയ്യും. കൾച്ചറിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് തരും. പിറ്റേ ദിവസം എന്നിട്ട് വീട്ടിൽ പൊക്കോളാൻ പറയും. അടുത്ത ഒരു 2 ആഴ്ച അവൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. പിന്നെയും ഇത് തന്നെ സംഭവം. ഞങ്ങൾ പോകും, കൾച്ചർ ചെയ്യും, ഇത് തന്നെ തിരിച്ചു വരും, ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് എന്താ ഈ മോൾക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ, കുടുംബത്തിൽ നിന്നാണേലും കൂട്ടുകാരാണേലും എല്ലാവരും വിളിക്കുമ്പോൾ എന്താ എനിക്ക് ഇങ്ങനെ എപ്പോഴും അസുഖമാണല്ലോ, എപ്പോഴും ആൻറ്റിബയോട്ടിക് ആണല്ലോ, ഈ ആൻറ്റിബയോട്ടിക് ഇങ്ങനെ കൊടുക്കുന്നത് അത്ര നല്ലതൊന്നും അല്ലാട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഞാനപ്പോൾ ഒരു വട്ടം ഡോക്ടറോട് ചോദിച്ചു, ഇതിപ്പോൾ കുറേ ആയല്ലോ ഡോക്ടറെ, ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൾച്ചറിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, കൾച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കിഡ്നീൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ടെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ, ഇതൊക്കെ ഇപ്പോൾ എല്ലാ പിള്ളേർക്കും ഉണ്ടാവുന്നതാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു 1 വയസ്സിൻ്റെ ഇടയിൽ ഒരു കുട്ടിക്ക് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യത്തേക്കുള്ള യൂറിൻ ഇൻഫെക്ഷൻ വരാൻ പാടില്ല, ഇതിപ്പോൾ കുറേ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൾക്ക് റാഷസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവൾക്ക് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചു പാമ്പേഴ്സിൻ്റെ റാഷസിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുക്കാത്ത ട്രീറ്റ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ട്രീറ്റ്മെൻറ്റുകളെടുക്കും, ഇതൊന്നും കുറയില്ല ഈ യൂറിൻ ഇൻഫെക്ഷൻ. അത് യൂറിൻ ഇൻഫെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മാസം തൊട്ട് കൗണ്ട് കൂടാൻ തുടങ്ങി. ഒരാഴ്ച കൗണ്ട് കൂടിയിട്ട് അഡ്മിറ്റ് എങ്കിൽ അടുത്ത ആഴ്ച ചെന്ന് കഴിയുമ്പോൾ കൗണ്ട് കുറയും. ഇതെന്നെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഏകദേശം വയനാട്ടിലെ എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചു. എല്ലാവരും മരുന്ന് തരും, വിടും, കുറയും, പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും, അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിന് ഈ ഒരു എന്താ റീസൺ എന്നറിയില്ല, എപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര നല്ലതല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, മാതാവെ മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഫെബ്രുവരി 1-ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും അവൾക്ക് പനിയാണ്, നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട്ടിലാണ് ഞാൻ ഇച്ചാനോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാൻ പോവണ്ട, ഇവൾക്ക് വയ്യ, ഇച്ചാൻ അറിയാലോ, ഇവളെയും കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചാൻ്റെ വാശി പുറത്ത് വന്നു. വരുന്ന സമയത്ത് അവൾക്ക് പനി ഉണ്ടായിരുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നോടം വരെ അവൾക്ക് പനി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇന്നേക്ക് 3 മാസമായി എൻ്റെ കുഞ്ഞിന് പനിയില്ല, റാഷസ് ഇല്ല, അവൾക്ക് യൂറിനൽ ഇൻഫെക്ഷൻ ഇല്ല, അവൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഇല്ല. അത് മാത്രമല്ല അവൾ 1.5 വയസ്സാവുന്നേ ഉള്ളൂ. ആ കുഞ്ഞ് വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് വന്ന് 2 ആഴ്ച ഒറ്റയ്ക്ക് നിന്നു, അവളുടെ വല്യപ്പൻ്റെയും വല്യമ്മേൻ്റെയും കൂടെ. ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിട്ട് പോലും എൻ്റെ കുഞ്ഞിന് ഒരു ജലദോഷമോ പനിയോ വന്നിട്ടില്ല. ഒരു ഫാനിൻ്റെ കാറ്റടിച്ച പനി വരുന്ന കുഞ്ഞായിരുന്നു അവൾ. അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിലൂടെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതിന് ഒരാഴ്ച മുന്നേ ഇച്ചാൻ ഒരു മരിച്ചടക്കിന് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഇച്ചാൻ ബൈക്കിൽ ഒറ്റയ്ക്കായിരുന്നു. ഏകദേശം കുറച്ച് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഒരു മൂർഖൻ പാമ്പ് റോഡിന് നേരെ കുറുകെ ചാടി. ഇച്ചാന് ബ്രേക്ക് പിടിക്കുന്നുണ്ട്, പക്ഷേ ബ്രേക്ക് പിടിക്കാനും പറ്റില്ല, ബ്രേക്ക് കിട്ടുന്നില്ല. നേരെ ഇത് പാമ്പിൻ്റെ വാലിലേക്ക് പോയി കയറി. പാമ്പ് നേരെ ആഞ്ഞങ്ങ് ചീറ്റി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാന് കൊണ്ടില്ല എന്നുള്ളൊരു ആ സമയത്ത്. പക്ഷെ അത് ഇച്ചാന് കൊണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇച്ചായൻ്റെ കാശ് രൂപം, അതായത് ഉടമ്പടി കാശ് രൂപം ഇച്ചായൻ്റെ വെന്തിങ്ങത്തിൽ തൂക്കിയിട്ട് ഇച്ചാൻ എപ്പോഴും ഇച്ചാൻ്റെ കഴുത്തിൽ അണിയുമായിരുന്നു. അപ്പോൾ ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് ഇച്ചാൻ രക്ഷിച്ചതിന് മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വേറൊരു 3-ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്തതാണ്. ഞങ്ങൾക്ക് ഇതിനു മുന്നേ, അതായത് ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഇച്ചാനൊക്കെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, നെക്സോൺ. അത് ഇച്ചാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഓടിക്കുന്നത് വഴി ആക്സിഡൻ്റ് ആയിട്ട് ടോട്ടൽ ലോസ് ആയിപ്പോയായിരുന്നു. അതിനുശേഷം വണ്ടിയില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ എന്നാലും ഞങ്ങൾ ഉടമ്പടി വന്നപ്പോൾ ഒരു വാഹനം വേണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല, മാതാവിനോട് ഈശോയോട് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ മാസം 26-ാം തീയതി ഒരു വാഹനം മേടിക്കാനായിട്ട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. വാഹനം മേടിച്ചിട്ട് ഞങ്ങൾ വാഹനത്തിന് പേരിടാനായിട്ട് എന്ത് പേരിടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവേ മരിയ, കൃപാസനം, അങ്ങനെ കുറേ പേരുകളൊക്കെ വന്നു. അപ്പം ഞങ്ങൾ വണ്ടി കിട്ടിയ അന്ന് തന്നെ ഇച്ചാൻ കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ രൂപം വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ രൂപം വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചാൻ എന്നാൽ ഓക്കെ നമുക്ക് ആവേ മരിയ എന്നിടാൻ വേണ്ടി സ്റ്റിക്കറുകളിൽ കയറി ഞാൻ ആവേ മരിയ എന്ന് പറയാൻ പോകുന്ന സമയത്ത് ഇച്ചാൻ പറഞ്ഞു അതിടല്ലേ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇച്ചാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആ രൂപം ഒന്ന് വായിക്കുന്നു പറഞ്ഞു. അപ്പം ആ രൂപത്തിലുള്ളത് പ്രേ
പ്രേ അവർ ലേഡി ഗ്രേസ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പോൾ ഇച്ചാൻ പറഞ്ഞു നമുക്ക് ലേഡി ഗ്രേസ് എന്നിടാന്ന് പറഞ്ഞു. അപ്പോൾ ലേഡി ഗ്രേസ് കൃപയുടെ സ്ത്രീ ആ ഒരു ഇതിൽ നമുക്ക് മദർ ഓഫ് ഗ്രേസ് എന്നിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ വാഹനത്തിൻ്റെ പേരെന്താണ് എന്ന് വരെ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ വാഹനത്തിന് മദർ ഓഫ് ഗ്രേസ് എന്ന് പേരിട്ടു. ആ വാഹനം കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ കീ വെഞ്ചരിച്ചെടുക്കാനായിട്ട് പറ്റി. പിന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ഞങ്ങളുടെ മോളുടെ തന്നെയാണ്. അവൾക്കൊരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് അവൾ ഉച്ചവരെ നല്ല ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവളുടെ കൈ അവൾ അനക്കുന്നില്ല ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട്. അന്നേരം ഇച്ചാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ കൈ അനങ്ങുന്നില്ല, കുടു അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു, കൈ അനക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയി തട്ടിയോ എന്തെങ്കിലും കടിച്ചോ ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. പപ്പ ഇച്ചാനും കൂടെ കുറേ തപ്പി നോക്കി. ഒരു നീരില്ല, കടിച്ചതിൻ്റെ പാടില്ല, ഒന്നുമില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ നേരത്ത് കുഞ്ഞിനെ എടുത്ത് നോക്കി, അവളെ എടുക്കാൻ സമ്മതിക്കുന്നില്ല, കൈ അനക്കുന്നില്ല. കൈ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ കൈയൊക്കെ ഒടിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണോ വെക്കണേ അതേപോലെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇച്ചാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വൈകുന്നേരം ആയിരുന്നു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം, അതിനു മുമ്പ് നമുക്ക് ഈ തൈലം മുഴുവനായിട്ടൊന്ന് തൂത്തിട്ട് കുരിശ് വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൈലം കുഞ്ഞിൻ്റെ കൈ മുഴുവൻ തൂത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുരിശ് വരച്ചു. കുരിശ് വരേൻ്റെ മൂന്നാമത്തെ രഹസ്യമായി കഴിഞ്ഞപ്പം അവളുടെ കൈ അനക്കി. എന്നിട്ട് ഞങ്ങൾ കുരിശുവര കണ്ടിന്യൂസ് ചെയ്തു. കുരിശുവര കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അവൾ പഴയ കുടു എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഫുൾ ആക്റ്റീവായിട്ട് അവൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നില്ല. അത് മാതാവ് തന്ന മറ്റൊരു അനുഗ്രഹമാണ്. പിന്നെ വേറൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള ഒരു നിയോഗമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. അപ്പോൾ കടബാധ്യതകൾ തീരണം എന്ന് പറഞ്ഞാൽ ഇച്ചാൻ ഹോട്ടൽ ഫീൽഡാണ്. ഇച്ചാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. ആ ഒരു ഫീൽഡിൽ സ്റ്റേബിളായിട്ടൊരു ജോലി വേണം എന്നുള്ളത്. പുറത്തേക്കൊക്കെ ഒരു വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ ഇച്ചാൻ്റെ പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ടും ഞാനും കുഞ്ഞും ഒറ്റയ്ക്കാണ് ഇവിടെ. പപ്പയ്ക്ക് വയ്യ, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചാൻ പുറത്തേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ തന്നെ നിൽക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതേ തുടർന്നിട്ട് ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയുടെ കടബാധ്യതകൾ മാറ്റിത്തരണേന്ന് അമ്മ മാതാവിനോട് പറഞ്ഞതിന് ശേഷം ഇച്ചായന് ഈ ഉടമ്പടി എടുത്തതിലൂടെ കഴിഞ്ഞ മാസം 22-ാം തീയതി ഞങ്ങളുടെ വയനാട്ടിൽ തന്നെ ഒരു ഹോട്ടലിന് പാർട്ട്ണർഷിപ്പിന് ചേരാനായിട്ട് സാധിച്ചു. ഇച്ചായൻ അതിനുള്ള പൈസ നൽകി ദൈവം അനുഗ്രഹിച്ചു. അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ റെഡിയാവുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഇച്ചാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുന്ന സമയത്താണ് എങ്കിൽ പോലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവെ നിന്നോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളിതിനെ ഇറങ്ങി തിരിച്ചത്, അപ്പം മാതാവായിട്ട് തന്നെ വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഇനാഗുറേഷൻ്റെ തലേ ദിവസം ഇച്ചാൻ്റെ പാർട്ട്ണർഷിപ്പിനുള്ള പൈസ കൊടുക്കാൻ പറ്റി. ഇന്ന് ഇച്ചാനൊരു ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഹോട്ടലുണ്ട്. ഹോട്ടൽ നല്ല രീതിയിൽ പോകുന്നു. ഹോട്ടലിനെ പൂർണ്ണമായിട്ട് മാതാവിന് സമർപ്പിക്കുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും 2:30-ക്ക് 3 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഓഫീസിലിരുന്ന് ചൊല്ലും. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ 3 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2 ചേട്ടായിമാരുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ അവിടെ എണീറ്റ് മുഴുവൻ നടന്നു നോക്കി എന്തെങ്കിലും മണം വരുന്നുണ്ടോ. അപ്പോൾ എനിക്ക് മാത്രമേ മുല്ലപ്പൂവിൻ്റെ മണമുള്ളൂ. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഇനിയും അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അനീറ്റ മാനന്തവാടിയിൽ വയനാടിൽ നിന്ന് വന്ന അനീറ്റ പറഞ്ഞ സാക്ഷ്യമാണ്. ക്ലിൻസ് ജോർജ് എന്ന് പറയുന്ന ജീവിത പങ്കാളി ആണ് ഉടമ്പടി എടുത്തത്. ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് അനീറ്റ സാക്ഷ്യം പറയുന്നത്. പല കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും ഇവർ ഉടമ്പടി എടുക്കുന്നതിന് മുൻപും പല കാര്യങ്ങൾ ഈ ഇവിടുത്തെ ഉടമ്പടിയിലൂടെയും ഉടമ്പടിയിലുള്ള വിശ്വാസത്തിലൂടെയും സാധിച്ചു കിട്ടിയിട്ടുള്ള സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പം കേട്ടത്. ഇവരുടെ കുഞ്ഞിന് 1.5 വയസ്സ് ഉള്ള ദിമ തെരേസിന് കിട്ടിയ ഒരു സാക്ഷ്യമാണ് ആദ്യം പറഞ്ഞത്. അത് ഈ കുഞ്ഞ് 2 മണി രാത്രി ആയപ്പോൾ ഭയങ്കര കരച്ചിൽ. എന്താണെന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ആരൊക്കെ സന്ധിച്ചിട്ടും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ തീരുന്നില്ല. അങ്ങനെ ഇവർ മാതാപിതാക്കളും കുഞ്ഞിൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയും അവരുമെല്ലാം ഈ കുഞ്ഞിനെ സന്ധിപ്പിച്ചിട്ടും അത് കരച്ചിൽ നിർത്താതെ അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അനീറ്റയുടെ അപ്പൻ പറയുന്നത് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല,
അത് തൊണ്ടയ്ക്കൊരു ശബ്ദവ്യത്യാസം വന്ന് വല്ലാത്തൊരു ശബ്ദം കേട്ടപ്പോൾ അനീറ്റ പറഞ്ഞ് ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല, ഉച്ചത്തിൽ കരഞ്ഞിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുഞ്ഞ് മയങ്ങിപ്പോയി. പക്ഷേ മയങ്ങിയതല്ലായിരുന്നു. അപ്പോൾ അനീറ്റയുടെ അപ്പം പറഞ്ഞത് അത് കുഞ്ഞ് ഉറങ്ങിയതാണ്, കുഴപ്പമില്ല. ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഉടനെ കൊണ്ടുവന്നത് നന്നായി. കാരണമെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഓക്സിജൻ്റെ അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് ഓക്സിജൻ കൊടുക്കണം. ഓക്സിജൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടും ഓക്സിജൻ ഇത് സ്വീകരിക്കുന്നില്ല. ഉടനെ തന്നെ പറഞ്ഞ് ഇവിടെ നിന്നും മാനന്തവാടിയിലുള്ള ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് വിഭാഗത്തിലുള്ള ചികിത്സ ശരിയായ വിധത്തിൽ ഇല്ലാത്തതുകൊണ്ട് മേപ്പാടി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചിട്ട് അതിന് ഇതൊക്കെ ഓക്സിജൻ കൊടുക്കാനുള്ള ശ്രമമാണ്. പോകുന്ന വഴിക്കും ഇവർ ആംബുലൻസിൽ ഓക്സിജൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നെബലൈസേഷൻ, ആവി പിടിക്കുന്ന പരിപാടി. പക്ഷേ ഇതൊന്നും ഈ കുഞ്ഞ് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല, ശേഖരിക്കുന്നില്ല. ഇത്തരണത്തിലാണ് ഈ കുഞ്ഞ് ആശുപത്രിയിലെത്തി അവിടെ ICUവിലേക്ക് മാറ്റുകയാണ്. ICU മാറ്റിയായിരുന്നു. ICU മാറ്റി ICUയിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇനി ഓക്സിജൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ തൊണ്ടയിൽ ഒരു ചെറിയ ഹോളിട്ടിട്ട് അതിൽ കൂടി ഓക്സിജൻ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ അവസ്ഥയിലെത്തി. ഈ സമയത്താണ് ഈ അനീറ്റയുടെ അമ്മ നേരത്തെ തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. ആ ഉടമ്പടി എടുത്തിട്ടുള്ള സഹോദരി പുറത്തിരുന്നു കൊണ്ട് ഉടമ്പടി കാശ് രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് ശരിക്കും പ്രാർത്ഥിക്കുകയാണ്. ഇവരും അതേപോലെ തന്നെ ആ ഉടമ്പടിയിലുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ പ്രാർത്ഥനകൾ നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ICUവിൽ ഈ കുഞ്ഞിനെ കുഞ്ഞിന് ഒരു ഹോളിഡേൻ്റെയും വരുന്നില്ല, ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കേണ്ടി വരുന്നില്ല. കുഞ്ഞ് പതിയെ എഴുന്നേറ്റ് ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ നടക്കുകയാണ്. പിന്നെ അതിനെ പുറത്തേക്ക് മാറ്റുന്നു, വാർഡിലേക്ക് മാറ്റുന്നു, പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഡോക്ടർ ഈ അസുഖം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ പേരെന്ന് പറയുന്നത് അത് ക്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ്. തൊണ്ടയിലുണ്ടായ ഒരു ഇൻഫെക്ഷനാണെന്നാണ് പറയുന്നത്. അത് കരഞ്ഞാൽ അത് കൂടുതൽ വഷളാകുകയും അങ്ങനെ പിന്നെ അതിൻ്റെ ശബ്ദം പോവുകയും അല്ലേ. അടുപ്പിച്ച് വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ഒട്ടും ഓക്സിജൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹോളിഡ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂടുതൽ മരണത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇതാണ് ഇവിടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച്, അതായത് കൊച്ചിൻ്റെ അമ്മമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഉടമ്പടിയിൽ നിൽക്കുന്ന അമ്മ പ്രാർത്ഥിക്കുന്നു, ആ അമ്മയുടെ മകളായ അനീറ്റ പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതം നടക്കുകയാണ്. ഒരു കുഴപ്പവുമില്ലാതെ, ഒരു ഇഞ്ചക്ഷൻ ഇല്ലാതെ, ഒരു തൊണ്ടയിൽ ഓപ്പറേഷൻ ഇല്ലാതെ, ഒന്നുമില്ലാതെ ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ തന്നെ ഇവർ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഒരു സാക്ഷ്യമാണ്. ഈ 1.5 വയസ്സുള്ള കുട്ടിക്ക് പിന്നെ മകള് ഇവർക്ക് ഈ കൊച്ചിനെന്ന് പറയുന്നത് തുടർച്ചയായി എല്ലാ മാസവും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും, ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടാവും, റാഷസ് ഉണ്ടാവും. ഇങ്ങനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു പതിവ്. ഇവിടെ വന്ന് ഈ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസമായിട്ട് മോൾക്ക് ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് പലവിധ ഡോക്ടർമാരെ കാണിച്ച് പലവിധ മരുന്നുകൾ ഉപയോഗിക്കുകയും എപ്പോഴും ചെല്ലുമ്പോഴെന്ന് പറയുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്യും. എന്ത് ടെസ്റ്റാണ് ചെയ്യുന്നത്? യൂറിൻ ഇൻഫെക്ഷൻ അവർ മെയിനായിട്ട് ആദ്യം പോകുമ്പോൾ ആദ്യം യൂറിൻ ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ യൂറിൻ തന്നെ 2 ദിവസം കഴിയുമ്പോൾ കൾച്ചറിന് കൊടുക്കും. കൾച്ചറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒന്ന് വിടും. അപ്പം എപ്പോഴും എന്ന് പറഞ്ഞാൽ കൾച്ചർ പിന്നെ ഇതിൻ്റെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണ് പതിവ്. അന്നേരം കുറയും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ എത്ര നാളായിട്ട് ഇത് തുടർന്നതാണ്?
ഏകദേശം എത്ര? 4-5 മാസം ഉണ്ടായിരുന്നു. 4-5 മാസമായിട്ട് ഈ കുഞ്ഞിന് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ആശുപത്രിയിൽ കയറി പരിശോധിക്കുക, ആൻറ്റിബയോട്ടിക് കൊടുക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഇവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അത് ഉടമ്പടി തൈലം ആ കുഞ്ഞിൻ്റെ റാഷസുള്ള ഭാഗത്ത് അതുപോലെ തന്നെ ശരീരത്തൊക്കെ പുരട്ടി ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു. ഉടമ്പടിയിലുള്ള ഉപ്പ് ഒരു വട്ടം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായില്ല, തൈലവും തേനുമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതെല്ലാം ഉപയോഗിച്ച് ഈ കുഞ്ഞിനെന്ന് പറയുന്നത് പരിപൂർണമായി ആ അസുഖം മാറി എന്നുള്ളതാണ് അവർ സാക്ഷ്യം പറയുന്നത്. ആ കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞാൽ റാഷസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് തൊലി പൊളിഞ്ഞ് മുഖത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഫുള്ള് വ്യാപിച്ച് അവൾക്ക് ഭയങ്കര വേദനയായി. ഇപ്പോൾ വേർക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വേദന വരും. അപ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും പാമ്പേഴ്സിൻ്റെ ആണ്, പാമ്പേഴ്സ് അവോയ്ഡ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പാമ്പേഴ്സ് അവോയ്ഡ് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അത് കൊച്ചിൻ്റെ പ്രൈവറ്റ് ഭാഗത്തായിരുന്നു ഈ റാഷസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇങ്ങനെ ഈ കുഞ്ഞും ഒരുപാട് വിഷമിച്ച് ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസമായി? ഒരു 3-4 മാസമായ ഇപ്പം മരുന്നൊന്നും കൊടുക്കാതിരുന്നിട്ട് ഉടമ്പടി എടുത്ത് ഇപ്പം 3 മാസം തികഞ്ഞു. അവൾക്ക് ഒരു മരുന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ എപ്പോഴും നിരന്തരം ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിരുന്ന ഓയിൽമെൻറ്റ് പുരട്ടിയിരുന്ന ഈ കുഞ്ഞിന് ഇത് ഇപ്പോൾ ഒരസുഖവും ഇല്ല. അപ്പം അതുപോലെ തന്നെ ഇവർക്ക് മറ്റ് പല കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ ഉടമ്പടി ഇവരുടെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഭർത്താവ് അവിടെ യാത്ര ചെയ്യുന്ന ഒരു അടിയന്തര വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് വയനാടാണ്. അവിടെ വിഷപ്പാമ്പുകളും എല്ലാം അനക്കോണ്ട തുടങ്ങിയിട്ടുള്ള വിഷപ്പാമ്പുകളും കടുവയും പുലി എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇവർ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മൂർഖൻ പാമ്പ് ഇവരുടെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. ചാടി വീണിട്ട് അതിൻ്റെ വാല് വണ്ടിയിൽ കയറി. അപ്പോൾ അതന്നെ അത് കൊത്തുന്നതിന് വേണ്ടിയിട്ട് ചീറ്റി അടുത്ത്. പക്ഷേ എപ്പോഴും ഉടമ്പടി കാശ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഉടമ്പടി കാശ് രൂപം ധരിച്ചിട്ടുണ്ട്, ഉടമ്പടി എടുത്ത വ്യക്തി. ആ ഒരു ഉടമ്പടി കാശ് രൂപത്തിൻ്റെ ശക്തിയാണ്, അത് ആ സംരക്ഷണമാണ് ആ മകന് ആ വലിയ അപകടത്തിൽ നിന്ന്, ആ സർപ്പദംശത്തിൽ നിന്ന് ഈ മകനെ കാത്തു പരിപാലിച്ചത്. ഇതുപോലെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഇതിൽ ഉടമ്പടിയിലുള്ള പ്രധാനപ്പെട്ട കണ്ടൻസാണ് ഞാനിപ്പം പറഞ്ഞത്. ഈ അനുഗ്രഹങ്ങളൊക്കെ എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കിട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഉടമ്പടിയിലുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് പ്രേക്ഷിത പ്രവർത്തനം, പത്രം വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, അതുപോലെ തന്നെ വിശുദ്ധീകരണ, കുമ്പസാര, കുർബാന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 10 പൊതിച്ചോറ് വീതം ഇച്ചാൻ വാങ്ങിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് പോയിട്ട് അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ പത്രം ഇവിടുന്ന് എല്ലാം, അതായത് ഈ ഉടമ്പടി എടുത്തിട്ടുള്ള 2 മാസത്തിനും ഗ്യാപ്പിലും വന്നിട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് കൊടുത്തോടത്ത് തന്നെയല്ല, ഞാൻ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കാണേലും ഹിന്ദുക്കളുടെയും അക്രൈസ്തവരുടെയും ക്രിസ്ത്യാനികളുടെ ഒക്കെ വീട്ടിൽ കൊടുക്കുമായിരുന്നു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഉടമ്പടിയിലെ ബേസിക് നിയമമാണ്. ആ ഉടമ്പടിയിലുള്ള 6 നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. എൻ്റെ ഉടമ്പടി പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞ തമ്പുരാൻ, അതായത് വിശുദ്ധീകരണം, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ കർത്താവ്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം മേടിച്ച്, കൃപാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനമാണ് അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, പത്രം മേടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതിനുശേഷം അതെന്നുള്ളത് കാരുണ്യ പ്രവൃത്തികൾ, അതെല്ലാം ഇവർ ശരിക്കും ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ ഉടമ്പടി പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന് നിയമം
ആവർത്തനത്തിൻ്റെ 29:9 പറഞ്ഞത് ഇവരിലൂടെ അനർത്ഥമാകുകയായിരുന്നു. അപ്പം ഉടമ്പടിയിലെ കണ്ടൻസ് എന്ന് പറയുന്നത് അപ്പോഴാണ് ദൈവസ്നേഹം നമ്മളിലേക്ക് കവിഞ്ഞൊഴുകയും പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്ന് ഫിലിപ്പിയരുടെ 4:19 പറഞ്ഞ വചനം. ഇവർക്ക് അനേക കാര്യങ്ങളാണ് ലഭിച്ചത്. ഈ കുഞ്ഞിൻ്റെ സൗഖ്യവും അതുപോലെ തന്നെ അവർക്ക് ഒരു ഹസ്ബൻഡിനെന്ന് പറയുന്നത് ഒരു ഹോട്ടല് വലിയ ഒരു ഇതായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അത് തുടങ്ങുവാൻ സാധിച്ചു. ഇങ്ങനെ അനവധി കാര്യങ്ങളാണ് അവർക്ക് ലഭിച്ച. ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നമുക്ക് ഈശോയ്ക്കും അമ്മ മാതാവിന് കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായി മഹത്വപ്പെടുത്തി